ഹലോ ഹായ് ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ റെസിഡൻസിൻ്റെ വാർഷികാഘോഷം ഈ വരുന്ന ഏപ്രിൽ 6-നാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ കുഞ്ഞ് സ്പോർട്സൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാർച്ച് 30-ന് ഞായറാഴ്ചയായിരുന്നു. അപ്പം സ്പോർട്സ് നടത്തിയിരുന്നത് വൈകിട്ടായിരുന്നു. പിന്നെ മാരത്തോൺ അല്ല, വോക്കത്തോൺ ഉണ്ടായിരുന്നു, മദ്യലഹരിക്കെതിരെയുള്ള ഒരു വോക്കത്തോൺ. അപ്പോൾ അത് ഞായറാഴ്ച രാവിലെ 7 മണിക്കാണ് കേട്ടോ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നത്. ഫ്ലാഗ് ഓഫ് ചെയ്തത് ഞങ്ങളുടെ തന്നെ റെസിഡൻസിലുള്ള ജഡ്ജായ ശ്രീ സുരാജ് സാറായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. താളമേളങ്ങളോട് കൂടിയുള്ള ഒരു മദ്യലഹരിക്കെതിരെയുള്ള ഒരു വോക്കത്തോൺ തന്നെയായിരുന്നു. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ റെസിഡൻസിൻ്റെ വോക്കത്തോൺ ഉണ്ടായിരുന്നത്. അപ്പം അമ്പലത്തിൻ്റെ ആ തൃക്കോവിൽ എന്നുള്ള പേര് ഞാൻ കേട്ടോ ഞങ്ങൾ റെസിഡൻസിന് ഇട്ടേക്കുന്നത്. തൃക്കോവിൽ റെസിഡൻസ് അസോസിയേഷൻ എന്നാണ്. അപ്പം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു അമ്പലമാണ്. കാരണം നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസ് റോഡ് ഇപ്പോൾ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡ് ഉണ്ടല്ലോ, നമ്മുടെ ബൈപ്പാസ് റോഡ് തൊണ്ടയാട് ഭാഗം, അവിടെയാണ് കേട്ടോ വിഷ്ണു ക്ഷേത്രം വരുന്നത്. അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ വോക്കത്തോൺ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആരംഭിച്ച് അവിടെ തന്നെ ഞങ്ങൾ എൻഡ് ചെയ്തു കേട്ടോ, അവസാനിപ്പിക്കുകയും ചെയ്തു വോക്കത്തോൺ. അപ്പോൾ ഞങ്ങളെ ചുറ്റുപുറം ഞങ്ങളുടെ ഭാഗത്ത് ആ ഏരിയ മുഴുവൻ കവർ ചെയ്തിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ വീടും, അതായത് എൻ്റെ അമ്മ അച്ഛനൊക്കെ നിൽക്കുന്ന വീടും പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന വീടും കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ആ ഏരിയയിൽ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് താമസിക്കുന്നത്. അപ്പം റെസിഡൻസ് ഞങ്ങളതല്ല കേട്ടോ, അമ്മയും അച്ഛനും വേറെ റെസിഡൻസിലാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആ ഒരു കയറ്റാട്ടോ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള മിക്കവാറും ആൾക്കാരും നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സുകളാണ് ഇതൊക്കെ. അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐലൻഡ് ടൂറിസം എന്ന് പറഞ്ഞിട്ടൊരു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ട് കേട്ടോ അവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകളാണ്. ഇതായത് ഞങ്ങളുടെ വാർഷികാഘോഷത്തിൻ്റെ ബാനർ കിട്ടും. ഇതാണ് ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ഫ്ലാഗ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചതല്ലേ, അവരൊക്കെ ഒന്നിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഡാൻസിന് എല്ലാ പ്രാവശ്യവും പങ്കെടുക്കാറ്. എല്ലാവരും ഒത്തുചേർന്ന് ഓരോ വീട്ടിൽ നല്ല രസമാണ്. പക്ഷെ ഞാൻ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ ഫോൺ മൊത്തം ഹാങ് ആയിട്ട് എനിക്കൊരൊറ്റ വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഈ വീഡിയോ തന്നെ കുറേ ലേറ്റായിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ ഡാൻസും പ്രോഗ്രാമും ഒക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാരണമായിട്ട് ഇത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനെന്നുള്ള നേരം കിട്ടാത്തതുകൊണ്ടാണ് ഇത് ലേറ്റായിപ്പോയത് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതാണ് എൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ, അവർ താമസിക്കുന്ന ഏട്ടൻ മോളും ഉണ്ട് കേട്ടോ. അവളാണ് എനിക്ക് യൂട്യൂബ് എടുക്കാൻ തന്നെ അവളാണ് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീട്, എൻ്റെ അമ്മ വീട്. അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് വെച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീട് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ഒരു 5 മിനിറ്റ് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ അമ്മ ഇപ്പം വീട് കാണിച്ചെന്ന വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട്സുകളെ കാണിച്ചെന്ന് നേരത്തെ. അപ്പം നമുക്ക് ഞാൻ ഐലൻഡ് ടൂറിസം എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ എല്ലാവരെയും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റെസിഡൻസിലുള്ള ടീച്ചറാണ് കേട്ടോ, കല്യാണിക്കുട്ടി ടീച്ചർ എന്നാണ് ടീച്ചറിൻ്റെ പേര്. അപ്പോൾ ടീച്ചർ എല്ലാ പ്രോഗ്രാമിനെങ്കിലും ടീച്ചർ അവിടെ എത്തുന്നതാണ് കേട്ടോ. ടീച്ചർക്കിപ്പം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഈ വോക്കത്തോൺ ടീച്ചർ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്നാലും ടീച്ചർ ബൈക്കിൽ വന്ന് ഞങ്ങളെല്ലാവരും കണ്ടു, ഞങ്ങളോടൊക്കെ സംസാരിച്ചു. അപ്പോൾ വയ്യാന്ന് വെച്ചിട്ടും ചില ആൾക്കാരില്ല ഇങ്ങനെ വീട്ടിലിരുന്ന് പോകില്ലേ. ടീച്ചർ നല്ല ആക്റ്റീവാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ റെസിഡൻസിൽ അന്ന് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്വപ്ന ചേച്ചി, ഞങ്ങളുടെ റെസിഡൻസിലുള്ള ആ ചേച്ചിയുടെ മകളുടെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് കുറേ ലേറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവർക്കും എൻഗേജ്മെൻറ്റിൽ പങ്കെടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്പോർട്സ് കുറച്ച് ലേറ്റായിപ്പോയി തുടങ്ങാൻ വേണ്ടിയിട്ട്. സ്പോർട്സിൻ്റെതൊന്നും ഞാൻ കാര്യമായിട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ഒന്നും എടുത്തിട്ടില്ല മര്യാദയ്ക്ക് വീഡിയോ. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ചേച്ചിയാണ് കേട്ടോ, ഇപ്പോൾ കാണിച്ചില്ലേ, അത് മോളി എന്നാണ് ചേച്ചിയുടെ പേര്. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും എടുത്തില്ല. അപ്പോൾ നടന്ന് പോണ വഴിയൊന്നും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്താൽ കേട്ടോ. സമാധാനായി